മത്സര പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഡയലോഗാണ് നിന്നെ കൊണ്ടൊന്നും ഇത് നേടാൻ പറ്റില്ല അല്ലെ. ഇതിനൊക്കെ ഞാൻ പണ്ട് ചെയ്ത് തന്നെ നിങ്ങൾക്കും പറഞ്ഞുതരാം. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നേടുന്നത് വരെ നമ്മൾ പരമാവധി നിശബ്ദത പാലിക്കുക. നിങ്ങൾ നിശബ്ദമാകും തോറും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ കൽപ്പിക്കുന്ന വില കൂടി വരും. കേൾക്കാൻ കാതോർക്കുന്നവരുടെ എണ്ണം കൂടും. പിന്നെ നിങ്ങളുടെ ഓരോ വാക്കും കൊള്ളേണ്ടടുത്ത് കൊള്ളും. അത് പ്രകമ്പനം കൊള്ളിക്കും. അതിന്റെ അലയൊലികളെ പോലും മറ്റുള്ളവർ പേടിക്കാൻ തുടങ്ങും. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിച്ച വിജയം വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ യഥാർത്ഥ മറുപടി എന്ന് പറയുന്നത്. അത് നമ്മുടെ വിജയാഘോഷമാണ്. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചവരുടെ ചങ്ക് തകരുന്ന വിജയാഘോഷം. സ്റ്റാറ്റസും സ്റ്റോറിയും റീൽസും ഒക്കെ ആയിട്ട് നമ്മുടെ ഓരോ ചെറിയ വിജയവും വലിയ രീതിയിൽ ആഘോഷിച്ച് അതിലും വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കണം. വിജയിക്കാത്ത നിങ്ങളെ അവർ നേരിട്ട് അധിക്ഷേപിക്കുന്നത് അവർക്ക് നേടാൻ പറ്റാത്തത് നിങ്ങൾ നേടുമോ എന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടോ നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടോ ആയിരിക്കാം. എന്നാൽ നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ നിങ്ങൾ ആഘോഷിക്കുമ്പോഴും ഇക്കൂട്ടരിൽ ചിലർ നിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ കൂടപ്പിറപ്പായിട്ടുള്ള അസൂയ കൊണ്ടുകൂടിയാണ്. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. വിജയിച്ച നിങ്ങളോട് നേരിട്ട് പറയാൻ അവർക്ക് ധൈര്യം കുറവായിരിക്കും. സോ ഒളിയമ്പുകൾ വരും. ഒളിഞ്ഞു നിന്ന് കല്ലെറിയും. കൂടെ നിന്ന് ചതിക്കാൻ ശ്രമിക്കും. അതിനെയൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ടേക്ക് വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റുകയുള്ളൂ. ഈ കല്ലേറുകളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാക്കി മാറ്റുക. അതായിരിക്കണം നമുക്കുള്ള മോട്ടിവേഷൻ. നമ്മുടെ ശത്രുക്കളായിരിക്കണം നമ്മുടെ പ്രധാന മോട്ടിവേറ്റേഴ്സ്. ഒരു 100 പ്രതിബന്ധങ്ങളോട് പടപൊരുതി കയറി വരുന്ന മനസ്സിനിഷ്ടപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് പഠിക്കുന്ന നിങ്ങളുടെ പേര് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടാവുക. അതൊന്നും കാര്യമാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പറ്റില്ല എന്ന് പറയുന്നതൊക്കെ നേടി കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. എണ്ണത്തിൽ കുറയായിരിക്കും, കൂടുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ വിമർശകർക്ക് ഒരു കാലത്തും വിശ്രമം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയങ്ങൾക്ക് അന്ത്യവുമില്ല.